വാഹനം ഓടിക്കുന്നവരാണോ, വാഹനം ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കായിട്ടുള്ളതാണ്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ കേരളത്തിലെ റോഡുകളിലെ അപകടങ്ങൾ മനുഷ്യഹൃദയങ്ങളിൽ എന്നും ഒരു തീരാ വിങ്ങലാണ്. ഒന്നിച്ചു പഠിച്ച്, ഒന്നിച്ച് കളിച്ച്, ഒന്നിച്ചു നടന്ന മക്കൾ റിദ ഫാത്തിമ, നിദ ഫാത്തിമ, ഇർഷാന, ഷെറിൻ ആൻഡ് ഐഷ. പനയമ്പാടത്ത് ലോറിക്കിടയിൽ പൊലിഞ്ഞ ജീവനുകളാണ്. മറക്കാൻ കഴിയുമോ നമുക്ക്? ആലപ്പുഴയിലെ വാഹന അപകടത്തിൽ മരണപ്പെട്ടത് 5 മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്. പത്തനംതിട്ടയിലെ കൂടലിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ പൊലിഞ്ഞത് ഒരു കുടുംബത്തിലെ 4 പേർ. ഇതുപോലെ എത്രയെത്ര ചെറുതും വലുതുമായ അപകടങ്ങളാണ് കേരളത്തിലെ റോഡുകളിൽ നടക്കുന്നത്. അപകട കാരണം കൂടുതലും അശ്രദ്ധയാണ്, ഉറക്കം, ഓവർ സ്പീഡ് തുടങ്ങിയ കാരണങ്ങളാണ്. ഒരൊറ്റ നിമിഷത്തെ കൈവിട്ട കളിയിൽ പൊലിയുന്നത് നാളത്തെ പ്രതീക്ഷകളായിട്ടുള്ള കുരുന്നുകളാവാം. അന്നത്തെ ആഹാരത്തിനായി പരക്കം പായുന്ന മനുഷ്യ ജീവനുകളാകാം. പഴയ ഒരു പഴഞ്ചൊല്ലുണ്ട്, പയ്യെ തിന്നാൽ പനിയും തിന്നാം. വേഗത കുറയ്ക്കൽ നിന്റെ മേൽ നിർബന്ധമാണ്. ഒന്ന് സ്ലോ ഡൗൺ ചെയ്താൽ നമുക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. സുരക്ഷിതമായി എത്തേണ്ടിടത്ത് നമ്മൾ എത്തുക തന്നെ ചെയ്യും. കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അഥവാ MBDയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കണ്ട ഒരു വീഡിയോ ആണിത്. നിങ്ങളും ഒന്ന് കണ്ടു നോക്കിയേ. വണ്ടിഭ്രാന്തന്മാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ചില ആളുകളുണ്ട് ഇതുപോലെ. ഇതൊന്നല്ല, അപകടകരമായി ബൈക്ക് ഓടിച്ച് മാസ് BGM ഒക്കെ കയറ്റി റീൽസ് ആയിട്ടും ഷോർട്സ് ആയിട്ടും ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന നിരവധി വീഡിയോസ് ഉണ്ട് സോഷ്യൽ മീഡിയകളിൽ. സുഹൃത്തെ, മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടുള്ള യാത്ര അത് ഒഴിവാക്കിക്കൂടെ? ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള കുറച്ച് സമയങ്ങൾ എന്തിനാണ് ഇത്ര അഹങ്കാരം? ആരെ കാണിക്കാനാണ് ഈ പ്രഹസനം? ആൾവേസ് വിയർ എ ഹെൽമെറ്റ് ആൻഡ് ഫോളോ ട്രാഫിക് റൂൾസ് ടു എൻഷുർ യുവർ സേഫ്റ്റി ഓൺ ദി റോഡ്. വാഹനമാണ്. അമിത വേഗത്തിൽ പായുമ്പോൾ പെട്ടെന്ന് ചവിട്ടിയാൽ കിട്ടണമെന്നില്ല. സ്പീഡ് കിൽസ് യുവർ ഹാപ്പിനെസ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാഹനം ഓടിക്കുമ്പോൾ ചെയ്യുന്ന കുറച്ച് തെറ്റുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. എന്നാലും വാഹനത്തിൽ കയറുമ്പോൾ ആ ഹരം കയറി നമ്മളെല്ലാവരും മറന്നുപോകുന്ന ചില കാര്യങ്ങളാണ്. ഈ കാണുന്ന ലൈനില്ലേ, സീബ്ര ക്രോസിംഗ്, നമുക്കെല്ലാവർക്കും അറിയാമല്ലേ? കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി റോഡ് മുറിച്ചു കിടക്കാനുള്ളതാണ് ഈ സൈൻ. ഞാൻ GCCയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ സീബ്ര ക്രോസിംഗിൽ ഒരാൾ വന്ന് നിന്നാൽ വാഹനം നിർത്തിക്കൊടുക്കും. ഇല്ലെങ്കിൽ വലിയ വലിയ തുകയാണ് പിഴയായി വരുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലോ കാല് കുത്താൻ പോലും സമ്മതിക്കില്ല. ട്രാഫിക്കിൽ ക്രോസിംഗ് ലൈൻ മറികടന്ന് വാഹനം നിർത്തിയിടുന്നതായി കണ്ടിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ? ശരിക്കും സീബ്ര ക്രോസിംഗിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടല്ലേ വാഹനം നിർത്തേണ്ടത്? മറ്റൊരു വലിയ തെറ്റാണ് രാത്രിയിൽ ഡിമ്മടിക്കാതെ പോകുന്ന ചില വാഹനങ്ങൾ. നമ്മളിൽ പലർക്കും രാത്രി യാത്രയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഒരു പ്രവൃത്തി. എതിരെ വരുന്ന വാഹനങ്ങളുടെ അമിതമായ വെളിച്ചം മൂലം അപകടമുണ്ടാകുന്നത് പതിവാണ്. അതുപോലെ മറ്റൊന്നാണ് ഈ ടേണിംഗ് ഇൻഡിക്കേറ്റർ. ചില വാഹനം ഓടിക്കുന്നവരിൽ കണ്ടുവരുന്ന തെറ്റാണ് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ടേൺ ചെയ്യുമ്പോൾ സിഗ്നൽ ഇടാത്തത്. അത് വലിയൊരു അപകടമാണ് ഉണ്ടാക്കുന്നത്. സോ മറ്റു വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം സിഗ്നൽ ഇട്ട് ടേൺ ചെയ്യാനായി ശ്രമിക്കുക. അതുപോലെ ആംബുലൻസിന് മുന്നിലായി അഭ്യാസം കാണിക്കുന്ന ചിലരുണ്ട്. വേണ്ടട്ടോ, നിങ്ങൾ കാണിക്കുന്ന അഭ്യാസങ്ങൾ കണ്ടു രസിക്കാനുള്ള സമയം അവർക്കില്ല. മറ്റാരുടെയോ ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടത്തിലാണ് അവർ. സൈറനും ലൈറ്റും ഹോണും അടിച്ച് ചീറിപ്പാഞ്ഞു വരുന്ന ആംബുലൻസ് കാണുമ്പോൾ ദയവായി ഒന്ന് മാറിക്കൊടുക്കുക. ജീവന് വേണ്ടി പിടയുന്ന ഒരു ശരീരമുണ്ട് ആ വാഹനത്തിൽ. കഴിയുമെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയിൽ തന്റെ ജീവൻ മറന്ന് മറ്റൊരു ജീവന് വേണ്ടി ലക്ഷ്യസ്ഥാനത്തേക്ക് പായുന്ന ആ ഒരു ഡ്രൈവർക്ക് വേണ്ടിയും ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ഇനി മറ്റൊരു വീഡിയോ കൂടി കാണിക്കുക. ഈ വാഹനം ഏതാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? MK5 ആണ്. ഖത്തറിലെ പൊതുനിരത്തിലൂടെ അഭ്യാസ പ്രകടനം കാണിച്ചതിനെ തുടർന്ന് വാഹനം പിടിച്ചെടുത്ത് പൊടിച്ചു കളഞ്ഞു. ചെയ്ത തെറ്റിന് അർഹിക്കുന്ന ശിക്ഷ തന്നെ നൽകി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. വാഹന പ്രേമികളോടായി വണ്ടിയിൽ ക്രൂരത കാട്ടിയിട്ടല്ല സ്നേഹം കാണിക്കേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒരൊറ്റ സെക്കൻഡിലെ അശ്രദ്ധ വലിയ രീതിയിലെ നഷ്ടങ്ങളും തീരാവേദനകളുമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇനി മുതലെങ്കിലും നിയമാനുസരണം സീറ്റ് ബെൽറ്റ് ധരിച്ച് മിതമായ വേഗത്തിൽ റോഡ് സേഫ്റ്റി സിംബൽസ് അനുസരിച്ച് വാഹനം ഓടിക്കാൻ ശ്രമിക്കുക. ഹെൽമറ്റുകൾ ധരിക്കാൻ ശ്രമിക്കുക. നല്ലൊരു ഡ്രൈവിംഗ് കൾച്ചർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഓർക്കുക, നാം ഓരോരുത്തരും വീട്ടിൽ നിന്നിറങ്ങി തിരികെ എത്തുന്നത് വരെ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളെ ഒരിക്കലും നിരാശപ്പെടുത്തരുത്. അറൈവ് അലൈവ്, ഡ്രൈവ് വിത്ത് പ്രൈഡ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.